പിന്നെ വാർത്തകളിലേക്ക്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ടിന് വലിയ ഗുരുതിയോടെ സമാപനമായി. 64 കൈകളിൽ ആയുധമേന്തി വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന ദേവീരൂപം ദർശിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും ഇനി 2037 നടക്കുക. ഭദ്രകാളി പ്രീതിക്കായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് നടന്നു വന്നിരുന്ന വടക്കുപുറത്തുപാട്ട് പര്യവസാനിച്ചു. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസം കളമെഴുത്തും പാട്ടും വിശേഷാൽ ചടങ്ങുകളോടുകൂടി നടത്തുന്നതിനാണ് വടക്കുപുറത്തുപാട്ട് എന്ന് പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന വടക്കുപുറത്തുപാട്ടിന് സവിശേഷതകളേറെയാണ്. 64 കൈകളിൽ ആയുധമേന്തിയ വേതാളപ്പുറമേറിയ ഭദ്രകാളിയുടെ രൂപമാണ് സമാപന നാളിൽ എഴുതിയത്. 30 പേരുടെ ശ്രമഫലമായി കളം പൂർത്തിയാക്കി വെച്ചൊരുക്ക് നടത്തിയ ശേഷം ദർശനത്തിനായി തുറന്നുകൊടുത്തു. വൈക്കം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ ശ്രീമൂലസ്ഥാനമായ കൊച്ചാലും ചുവട്ടിലേക്ക് എഴുന്നള്ളിച്ചു. ആചാരപ്രകാരം കൊച്ചാലും ചുവട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. കുത്തുവിളക്കുമായി 100 കണക്കിന് സ്ത്രീകൾ ദേവിയെ എതിരേറ്റു. ക്ഷേത്രക്കുളത്തിലേക്കുള്ള തലക്കല്ലിന് വടക്ക് കിഴക്ക് ഭാഗത്തായി സജ്ജമാക്കിയ ഗുരുതിക്കളത്തിൽ രാത്രി 1 മണിക്ക് വലിയ ഗുരുതി നടന്നു. ഇതോടെ വടക്കുപുറത്തുപാട്ട് ചടങ്ങിന് സമാപനമായി. അടുത്ത കോടിയർച്ചനയും വടക്കുപുറത്തുപാട്ടും ഇനി 12 വർഷത്തിന് ശേഷം 2037 നടക്കുക. ജനം, കോട്ടയം.